ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ സിംഗിൾ മെഷീൻ, അതായത് പെട്രോൾ മെഷീൻ മാത്രമായിട്ടുള്ള മെഷീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. ഇത് പിന്നെ കമ്പൈൻഡ് മെഷീൻ്റെ ഉള്ളിൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് സിംഗിൾ മെഷീൻ മാത്രമല്ല, ഇതിൽ കാണുന്ന പോലെ തന്നെ കമ്പൈൻഡ് മെഷീനും ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് ഈ ഓക്സിജൻ സെൻസറിൻ്റെ മുകളിലുള്ള വയർ എങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ വയർ മുകളിലേക്ക് എടുത്തിട്ട് പരന്ന വശം പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിൽ വേണം അത് ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ബേസ് ഉണ്ടാവും, അത് മുഴുവൻ കരിയായിരിക്കും. അപ്പോൾ ഇതുപോലെ വണ്ണുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏറ്റവും വലിപ്പമുള്ളൊരു സിറിഞ്ച് വേണം. സൂചി മാറ്റിയിട്ട് അങ്ങനത്തെ സിറിഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ മൊത്തം വൃത്തിയാക്കാൻ പറ്റും. എല്ലാ ഹോളിൽ കൂടെ എയർ അടിച്ചു കൊടുക്കുക, എല്ലാ പൈപ്പും വെടിയിക്കുക. എന്നിട്ട് ഇതൊരു പീരിയോഡിക്കായിട്ട് ചെയ്യണം. നമ്മൾ മിനിമം ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് മെഷീൻ അഴിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഓരോ പൈപ്പും വെടിയിക്കുക, സിറിഞ്ച് വെച്ചിട്ട് നന്നായിട്ട് എയർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഫോഴ്സിൽ എയർ അടിക്കുമ്പോൾ മെഷീൻ മൊത്തം ക്ലീൻ ആയിട്ട് വരും. ഓക്സിജൻ സെൻസറിൽ നിന്ന്, അതായത് ആ ചെറിയൊരു പച്ച ബോക്സ് കാണുന്നില്ല, അതിൻ്റെ ഉള്ളിലാണ് മെയിൻ സെൻസർ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഉള്ള പൈപ്പ് ഓക്സിജൻ സെൻസറിലേക്ക് പോകുന്ന പൈപ്പ്, അതിൻ്റെ ബ്ലോക്ക് മാറ്റണം. പിന്നെ മെയിൻ സെൻസറിലേക്ക് പോകുന്ന 2 പൈപ്പുകളുണ്ട്. ഒന്ന് അതിലേക്ക് പ്രഷർ പോകുന്ന പൈപ്പാണ്, ടി കണക്റ്റിൻ്റെ നടുക്കുന്നാണ് അത് പോകുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് പമ്പ് കണ്ടോ, മഞ്ഞ കളറിൽ. പല മെഷീനിലും പല കളറിലുള്ള പമ്പായിരിക്കും. ഈ മഞ്ഞ കളറിലുള്ള പമ്പിൽ നിന്ന് മെഷീനുള്ളിലേക്ക് പോകുന്നതാണ് ശരിക്കും ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. തൊട്ടപ്പുറത്ത് ആദ്യം കാണിച്ച ക്ലീനിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് ക്ലീൻ ചെയ്യണം. ഇതാണ് നമ്മുടെ സെൻസറിലേക്ക് പോകുന്ന മെയിൻ ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇതിലുണ്ടാകുന്ന അഴുക്കുകൊണ്ടാണ് ഈ ഓക്സിജൻ്റെ വാല്യൂ ഒന്നും താഴാതിരിക്കുക. ചിലപ്പോൾ O2 0 എന്ന് കാണിക്കും, ചിലപ്പോൾ LFF കാണിക്കും, ചിലപ്പോൾ ഓക്സിജൻ്റെ വാല്യൂ വളരെ വേരിയേഷൻ കാണിക്കും. ഇതെല്ലാം ആ മെയിൻ സെൻസർ ബ്ലോക്കായിരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഈ പുറത്തുനിന്ന് വരുന്ന പൈപ്പ് കണ്ടോ, ആ പൈപ്പ് വന്നിട്ട് ഒരു കറുത്ത ഒരു ഇതിലേക്ക് കയറും. അതാണ് സോളിനോഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പം സോളിനോഡ് വാൽവ് എന്ന് പറയുന്നത് അതിൻ്റെ 3 കണക്ഷനുണ്ട്. ഒന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു പൈപ്പ്, പിന്നെ ഒന്ന് മുകളിലേക്ക് പോകുന്ന പൈപ്പ്, ഒന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന പൈപ്പ്. ഈ ഫ്രണ്ടിലേക്ക് വരുന്ന പൈപ്പ് ഒന്നും ചെയ്യേണ്ട, മുകളിൽ നിന്നുള്ള പൈപ്പിൽ നിന്നാണ് പമ്പിലേക്ക് പോകുന്നത്. പമ്പിന് മുമ്പ് ടി കണക്ടറിലേക്ക് പോകുന്നത്. പിന്നെ സോളിനോഡ് വാൽവിലേക്ക് പുറമേ നിന്ന് വരുന്ന പൈപ്പ് വരുന്നത്, അതാണ് ഇൻലെറ്റ്. ചില മെഷീനിലൊക്കെ, ഈ കമ്പൈൻഡ് മെഷീനൊക്കെ, അത് മെഷീൻ്റെ പുറകിൽ നിന്ന് വരുന്ന വിധത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇൻലെറ്റ് കാണാൻ പറ്റും, പുറത്തുനിന്ന് വരുന്ന പൈപ്പ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അത് വെടിയിച്ചിട്ട് അതിൽ കൂടി WD-40 എന്ന് പറയുന്ന ഒരു ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും, ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. അതിൽ നിന്ന് ഒരു തുള്ളി ഈ ഇൻലെറ്റിലും ഒരു തുള്ളി ഔട്ട്ലെറ്റിലും, അതായത് ഈ സോളിനോഡ് വാൽവിൻ്റെ പുറത്തുനിന്ന് വരുന്ന പൈപ്പ് വരുന്നതിൻ്റെ ആ വശത്ത് ഒരു തുള്ളി വെച്ച് കൊടുക്കുക. പിന്നെ മുകളിലേക്ക് പോകുന്ന, അതായത് ടീയിലേക്ക് പോകുന്ന കണക്ടറിൻ്റെ അവിടെ ഒരു തുള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഫോഴ്സിൽ എയർ അടിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ സെൻസറിലേക്ക് ഒരിക്കലും ലിക്വിഡ് വരാൻ പാടില്ല, ഒരു തുള്ളി ഒഴിക്കാവുള്ളൂ. ഓക്കെ, പിന്നെ മെഷീൻ്റെ പുറത്ത് നോക്കുക, പുറത്തുനിന്നുള്ള പൈപ്പ് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടെ എയർ അടിച്ചു കൊടുക്കുക. നല്ല ഫോഴ്സിലുള്ള എയർ, നമുക്ക് വണ്ണുള്ള സിറിഞ്ചാണെങ്കിൽ നല്ല ഫോഴ്സിൽ എയർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ പീരിയോഡിക്കായിട്ട് നമ്മൾ ഒരിക്കൽ ചെയ്ത്, പല സ്ഥലത്തും ചിലപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എപ്പോഴാണ് ലാസ്റ്റ് ക്ലീൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ 3 മാസമായി 2 മാസമായി, അങ്ങനെ പോരാ. ഇത് അഴുക്കാണ് വരുന്നത്. അപ്പം പറ്റുമെങ്കിൽ ആഴ്ചയ്ക്ക് ഒന്നെങ്കിലും ഇങ്ങനെ എല്ലായിടും ഒന്ന് എടുത്ത് സർവീസ് ചെയ്യുക. അത് പീരിയോഡിക്കായിട്ട് ചെയ്യണം. അതായത് ഒന്നല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ, അങ്ങനെ എല്ലാ ആഴ്ചയും ചെയ്യുന്ന വിധത്തിലായി കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. ഇതുപോലെ പൈപ്പുകൾ എല്ലാം നോക്കുക. മഴക്കാലമാണ്, വെള്ളത്തിൻ്റെ ഒരു തുള്ളി മതി സെൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ